ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. സർ, സബ്മിഷനും ഉത്തരവും ചുരുക്കണം, സമയം നമുക്ക് കൂടുതലാണ്. സർ, കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നേരത്തെ 5 മിനിറ്റ് അല്ല പറഞ്ഞതാണ്. സർ, കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ സബ്മിഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആരോഗ്യരംഗത്ത് കാസർഗോഡ് ജില്ലയിലെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ആശുപത്രി. മലയോര മേഖലയിലെ നിരവധി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിലെയും ഹൊസ്ദുർഗ് താലൂക്കിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. ഒരു വർഷം 150ഓളം പോസ്റ്റ്മോർട്ടം നടത്തുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വിദഗ്ധനായ ഫോറൻസിക് സർജൻ്റെ തസ്തികയില്ല. ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലും ആശുപത്രിയിലെത്തുന്നതിന് മുമ്പുള്ള മരണങ്ങളിലും ഇൻക്വസ്റ്റിൽ മരണകാരണം സംശയം രേഖപ്പെടുന്ന കേസുകളിലും ഫോറൻസിക് സർജൻ ഇല്ല എന്ന കാരണത്താൽ ജില്ലാ ആശുപത്രിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്കോ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ഇത് കുടുംബങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഇതുമൂലമുണ്ടാകുന്ന കാലതാമസം മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ്. ദിവസേന ഒട്ടേറെ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. സാർ, മരണകാര്യത്തിൽ സംശയങ്ങൾ ഏതുമില്ലാത്ത മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇങ്ങനെ എത്തുന്ന സാധാരണ മരണങ്ങളിൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പ്രത്യേക ഡ്യൂട്ടി നൽകിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തു വരുന്നത്. സാർ, ഫോറൻസിക് സർജൻ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ഈ പ്രയാസം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. ആയതിനാൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. കാസർഗോഡ് ജില്ലയിലെ ജില്ലാതല ആശുപത്രികളായ കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നീ 2 സ്ഥാപനങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം നടത്തി വരുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിലവിൽ ഒരു ജൂനിയർ കൺസൾട്ടൻറ്റ് ഫോറൻസിക് സർജൻ, ഒരു സീനിയർ കൺസൾട്ടൻറ്റ് ഫോറൻസിക് സർജൻ എന്നിങ്ങനെ 2 ഫോറൻസിക് സർജന്മാരുടെ തസ്തികയാണുള്ളത്. ജൂനിയർ കൺസൾട്ടൻറ്റ് ഫോറൻസിക് സർജൻ തസ്തികയിൽ ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നിലവിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഫോറൻസിക് സർജൻ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രസ്തുത ഒഴിവ് നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്തി വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 2024 വർഷത്തിൽ ഏകദേശം 135, 2025 145, 2026 ഇതുവരെ 67ഓളം പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് സർജൻ്റെ തസ്തിക ഇല്ലാത്തതിനാൽ ജില്ലാ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർ ഉപയോഗിച്ചാണ് സ്ഥാപനത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി വരുന്നത് സ്ഥാപനത്തിൽ. അതുകൊണ്ട് തന്നെ പല കേസുകളും 30 കിലോമീറ്റർ അകലെയുള്ള ജനറൽ ആശുപത്രിയിലേക്കോ 80 കിലോമീറ്റർ അകലെയുള്ള കണ്ണൂർ ജില്ലയിലെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്കോ റെഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 2024 വർഷത്തിൽ ഏതാണ്ട് 62ഓളം കേസുകളും 2025 51ഓളം കേസുകളും 2026 ഇതുവരെ 23ഓളം കേസുകളും ഫോറൻസിക് സർജൻ്റെ അഭാവം മൂലം റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള ഫോറൻസിക് സർജൻ തസ്തിക കൊണ്ട് മാത്രം ജില്ലയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ജില്ലാതല ആശുപത്രി ആയതിനാൽ പ്രസ്തുത സ്ഥാപനത്തിൽ ഫോറൻസിക് സർജൻ്റെ തസ്തിക സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. പ്രസ്തുത സ്ഥാപനത്തിൽ ഫോറൻസിക് സർജൻ്റെ തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള പ്രപ്പോസൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സമർപ്പിച്ചിരുന്നു. ആയതിലെ അപാകതകൾ പരിഹരിച്ച് പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിക്കുവാൻ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു. ആയത് 29/6/2026 ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത പ്രപ്പോസൽ സർക്കാരിലേക്ക് ലഭിക്കുന്ന മുറയ്ക്ക് ആയതുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. നിലവിലെ മാനദണ്ഡപ്രകാരം തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സേവനം നൽകുന്ന കാസർഗോഡ് ജില്ലയിലെ ജില്ലാതല ആശുപത്രികളൊന്നായ കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ
23/12/2025 സർക്കാർ ഉത്തരവനുസരിച്ച് ഒരു ഫോറൻസിക് സർജൻ തസ്തിക സൃഷ്ടിച്ച് പ്രസ്തുത ആശുപത്രിയിൽ 2 ഫോറൻസിക് സർജൻ തസ്തിക ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിലും ഘട്ടം ഘട്ടമായി തസ്തിക സൃഷ്ടിക്കുന്നതിൽ നടപടി സ്വീകരിച്ചു വരിക.